പരിശുദ്ധ കന്യകയുടെ പിറവി. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതാപിതാക്കന്മാർ വിശുദ്ധ യോവാക്യമും വിശുദ്ധ അന്നയുമാണെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നു. വിശുദ്ധ യാക്കോബിന്റെ സുവിശേഷം എന്ന അനുകരണ ഗ്രന്ഥത്തിൽ നിന്നുമാണ് അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വിശുദ്ധ യോവാക്യമും അന്നായും സന്താനഭാഗ്യമില്ലാതെ വളരെ കാലം ദുഃഖാർത്തരായി ജീവിച്ചു. എന്നാൽ അവരുടെ ദീർഘകാലത്തെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സംപ്രീതനായി ദൈവം അവർക്ക് സന്താനഭാഗ്യം നൽകി. ഒരു സന്താനം ലഭിക്കുന്ന പക്ഷം അതിനെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണെന്ന് അവർ വാഗ്ദാനം ചെയ്തു. അപ്രകാരമാണ് പരിശുദ്ധ കന്യകയുടെ ജനനം. സകല സൃഷ്ടിജാലങ്ങളും ഒരു പരിത്രാതാവിനു വേണ്ടി കേഴുകയായിരുന്നു. എന്നാൽ മർത്യനായി അവതരിക്കുന്ന ദൈവത്തെ സ്വീകരിക്കുവാനുള്ള യോഗ്യത മാനവരാശിയിൽ ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ. പരിശുദ്ധ കന്യകയുടെ ജനനത്തിൽ മാത്രമാണ് മാനവരാശിയുടെ ആഗ്രഹം സഫലമാകുന്നത്. സൂര്യോദയത്തിന് മുൻപ് പ്രഭാതതാരം ഉദിക്കുന്നതുപോലെ നീതിസൂര്യനായ മിശിഹായുടെ മനുഷ്യാവതാരം പ്രഖ്യാപിച്ചതുകൊണ്ട് മേരി ഒരു ഉദയനക്ഷത്രമായിരുന്നു. ദൈവം മനുഷ്യനെ മനുഷ്യൻ വഴി രക്ഷിക്കുവാനാണ് തിരുമനസ്സായത്. എന്നാൽ ദൈവത്തിന് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുവാൻ മാനവകുലത്തിൽ നിന്നും ഒരു വനിതയുടെ സമ്മതം ആവശ്യമാണ്. അതിനായി മഹിളകുല മണിമകുടമായ പരിശുദ്ധ കന്യകയെ തിരഞ്ഞെടുത്തു. അവൾ അമല മനോഹരിയും അമലോത്ഭവയുമാണ്. പരിശുദ്ധ കന്യകയുടെ ജനനം ഭൂലോകത്തിന് ഏറ്റവും വലിയ പ്രത്യാശ നൽകി. അവളുടെ ജനനത്തോടു കൂടി പരിത്രാണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വർഗവാസികളും അന്ന് സന്തോഷിച്ചു. പിതാവായ ദൈവത്തിന്റെ ഓമൽ കുമാരിയും സുതനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമാണവൾ. അവൾ പരിശുദ്ധ തൃത്വത്തിന്റെ ഏറ്റവും മഹത്തായ സൃഷ്ടിയാണ്. സന്തോഷ കാരണവുമായി വിശുദ്ധർക്കും മാലാഖമാർക്കും അത് ആനന്ദസന്ദായകമായിരുന്നല്ലോ. പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ആത്മാർത്ഥമായ ഭക്തി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ മധ്യത്തിലും സന്തോഷവും ധൈര്യവും പ്രത്യാശയും കളിയാടുന്നതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ മറിയത്തിന് നാം സ്ഥാനം നൽകണം. മറ്റൊരു സംഭവം പറയാം. ഹിറ്റ്ലർ ജർമ്മനിയിൽ യഹൂദമർദ്ദനം ആരംഭിച്ചപ്പോൾ അനേകം യഹൂദന്മാർ ജർമ്മനിയിൽ നിന്നും പലായനം ചെയ്തു. കൂട്ടത്തിൽ ഫ്രാൻസ് വെർഫെൽ എന്ന കവിയും ഉണ്ടായിരുന്നു. ഫ്രാൻസ് വെർഫെൽ പിരണീസ് പർവ്വതങ്ങളുടെ സമീപത്തെത്തി. ജർമ്മൻ സൈന്യം അദ്ദേഹത്തെ അനുധാവനം ചെയ്തു. രക്ഷപ്പെടുവാൻ മാനുഷികമായ വിധത്തിൽ അസാധ്യമാണെന്ന് തോന്നിയ ഫ്രാൻസ് വെർഫെൽ പിരണീസ് പർവ്വതത്തിന്റെ പാർശ്വത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ലൂർദിലെ അമലോത്ഭവ ജനനിയുടെ ദേവാലയത്തിലേക്ക് നോക്കി ഇപ്രകാരം നേർച്ച നേർന്നു: ലൂർദിലെ നാഥേ, നീ ഉണ്ടെങ്കിൽ, നിനക്ക് ശക്തിയുണ്ടെങ്കിൽ, ഞാൻ ജർമ്മൻ സൈന്യത്തിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ച് അമേരിക്കയിൽ എത്തിച്ചേരുന്ന പക്ഷം നിന്നെക്കുറിച്ച് ഞാൻ ഒരു സംഗീതശില്പം രചിക്കുന്നതാണ്. വെർഫെൽ അത്ഭുതകരമായി തന്നെ ജർമ്മൻ സൈന്യത്തിന്റെ കരങ്ങളിൽ നിന്നും രക്ഷ പ്രാപിച്ചു. കൃതജ്ഞതയായി അദ്ദേഹം വിരചിച്ചത് ബർണർ ദീത്തായുടെ ഗീതം എന്ന വിശ്വവിശ്രുതമായ ഗ്രന്ഥം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകയുടെ ജനനത്താൽ ലോകത്തെ അനുഗ്രഹിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സ്നേഹയോഗിയായ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നീതിസൂര്യനായ മിശിഹായുടെ ജനനത്തിനു മുമ്പ് അങ്ങ് ലോകത്തിന് പ്രത്യാശ പകർന്നു. അങ്ങേ ദിവ്യസുതനെ മറ്റുള്ളവരും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ജനനം ഭൂലോക സ്വർഗങ്ങൾക്ക് ആനന്ദ നിർവൃതി നൽകി. ഞങ്ങൾ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനുള്ള അനുഗ്രഹം അങ്ങേ ദിവ്യകുമാരനായ യേശു മിശിഹായോട് അപേക്ഷിച്ച് നൽകണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്കു വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ.